എന്നോട് എന്റെ സദസ്സിനോട് പറയാനുള്ളത്, ഈ റമളാനിൽ പരമാവധി പ്രാവശ്യം പരിശുദ്ധമായ ഖുർആൻ ഖത്മാക്കണേ. ഒരു 3 പ്രാവശ്യം തീർക്കാൻ നമ്മളൊക്കെ വിചാരിച്ചാൽ ലളിതമായി നടക്കുന്നതാണ്. ഏറ്റവും ചുരുങ്ങിയത് 1 പ്രാവശ്യമെങ്കിലും ഖത്മാക്കാത്ത ഒരാളും ഉണ്ടാകാൻ പാടില്ല. 1 പ്രാവശ്യം ഖത്മാക്കണമെങ്കിൽ അതാ 20 പേജ് ദിവസം പാരായണം ചെയ്യണം. 5 വഖത്ത് നിസ്കാരമില്ലേ, ഒരു 4 പേജ് വീതം ഓതിയാൽ നിസ്കാരത്തിന് മുമ്പ് ഒരു 2 പുറം പരിശുദ്ധമായ ഖുർആൻ ഓതി, ശേഷം ഒരു 2 പുറം നമ്മൾ ഓതി. അങ്ങനെ നമ്മൾ ദിവസേന ഓരോ ജുസ്അ് പാരായണം ചെയ്താൽ 1 മാസം കൊണ്ട് 1 ഖത്മ തീർക്കൽ നിഷ്പ്രയാസമാണ്. അതുകൊണ്ട് നന്നായി ഖുർആൻ പാരായണം ചെയ്യണേ. ഇതെനിക്കും നിങ്ങൾക്കും നാളെ ആഖിറത്തിൽ രക്ഷ കിട്ടാനുള്ള വഴിയാണ്, നമുക്കുള്ള ശഫാഅത്താണ്. ഉമ്മമാരൊക്കെ വിചാരിച്ചാൽ ഏറെ തവണ ഖുർആൻ ഓതാൻ കഴിയും. റമളാൻ മാസമാകുമ്പോൾ ടെലിവിഷൻ തുറന്നു വെച്ച് റമളാൻ പ്രോഗ്രാമുകൾ കാണാൻ ഒരുങ്ങാതെ ചില സ്ഥലങ്ങളിലൊക്കെ റമളാനായാൽ സാധാരണ TV ഉപയോഗിക്കുന്നവർ ബന്ധാക്കി വെക്കാറുണ്ട്. എന്നാൽ ഇന്ന് റമളാനായാൽ ടെലിവിഷനിൽ നിറയെ റമളാൻ പ്രോഗ്രാമുകളാണ്. അതിനുവേണ്ടി തുറക്കുകയാണ്, പിന്നെ വാർത്തയിലേക്കായി, പിന്നെ സമയം കൊല്ലലായി. അതുകൊണ്ട് ഉമ്മമാരെ, നിങ്ങൾ അല്ലാഹുവിന്റെ കലാമുമായി നല്ല ബന്ധമുണ്ടാക്കണം. പരിശുദ്ധമായ ഖുർആൻ ഒരു മഹാത്ഭുതമാണ്. ഇന്ന് നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, കേരളത്തിൽ മാത്രം ആയിരക്കണക്കിന് ആളുകൾ ഖുർആൻ മനഃപ്പാഠമാക്കിയവരില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ഏതു വിധേനയാണ് സംരക്ഷിക്കുന്നതെന്നറിയില്ല. ലോക ഭൂപടത്തിൽ നോക്കുമ്പോൾ ചെറിയ ഒരിടമാണല്ലോ നമ്മുടെ ഈ കൊച്ചു കേരളം. ഈ കൊച്ചു കേരളത്തിൽ മാത്രം ആയിരക്കണക്കിന് ആളുകൾ ഖുർആൻ മനഃപ്പാഠമാക്കിയവരുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനൊന്ന് ആലോചിച്ചു നോക്കിയപ്പോ നമ്മുടെ ഖാദിസിയ എന്ന സ്ഥാപനത്തിന്റെ കീഴിൽ മാത്രം ഇപ്പോൾ 300ഓളം വരുന്ന വിദ്യാർത്ഥിനികൾ ഖുർആൻ മനഃപ്പാഠമാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആപേക്ഷികമായി കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലൊക്കെ ഉള്ളതിനേക്കാളും മുസ്ലിങ്ങളും സ്ഥാപനങ്ങളൊക്കെ കുറഞ്ഞ ജില്ലയാണല്ലോ നമ്മുടേത്. നമ്മുടെ സ്ഥാപനത്തിന്റെ കീഴിൽ മാത്രം ഇപ്പോൾ 300ഓളം വരുന്ന വിദ്യാർത്ഥിനികൾ ഖുർആൻ മനഃപ്പാഠമാക്കുന്നു. 30ലേറെ വിദ്യാർത്ഥിനികൾ ഹാഫിളത്തുകളായി നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയ പെൺകുട്ടികളുണ്ട്. നമ്മുടെ ജില്ലയിൽ, നമ്മുടെ പ്രസ്ഥാനത്തിന് കീഴിൽ മാത്രമല്ല ഹിഫ്ദുൽ ഖുർആൻ ഉള്ളത്, വേറെയും ആളുകൾ നടത്തുന്നതുണ്ട്. ഇങ്ങനെ നോക്കിയാൽ 100 കണക്കിന് ആളുകൾ ഈ ഒരു ജില്ലയിൽ മാത്രം ഖുർആൻ മനഃപ്പാഠമാക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ചെറിയ ചെറിയ സഹറത്തുൽ ഖുർആനും തിബിയാനും റൗദത്തുൽ ഖുർആൻ പോലെയുള്ള കൊച്ചുകുട്ടികൾക്ക് ഖുർആൻ മനഃപ്പാഠമാക്കാനുള്ള സ്ഥാപനങ്ങൾ വരുന്നതോടെ അല്ലാഹുവിന്റെ കലാമ വ്യാപകമായി ആളുകൾ മനഃപ്പാഠമാക്കുകയാണ്. അറബ് നാടുകളിലേക്ക് ഈ കേരളത്തിൽ നിന്ന് ഖുർആൻ ഹൃദയസ്ഥമാക്കിയ ഹാഫിളുകൾ ഇമാമുകളായി നിയോഗിക്കപ്പെടുന്നു 100 കണക്കിന്. ഇതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കലാമിനെ എങ്ങനെയൊക്കെയാണ് കാവൽ നൽകുന്നത്, ഒരു മഹാത്ഭുതമാണ്. ഏതെങ്കിലും ഒരു ഭരണാധികാരി ലോകത്തുള്ള മുസ്ഹഫിന്റെ കോപ്പികൾ മുഴുവനും കണ്ടുകെട്ടണമെന്ന് പറഞ്ഞാലും ഖുർആൻ ഇവിടെ നിന്ന് മാറ്റി നിർത്താൻ സാധ്യമല്ല. ഖുർആനിന്റെ കോപ്പി ഇവിടെ ഉണ്ടാവാൻ പാടില്ല എന്നൊരു ഭരണാധികാരി, അക്രമിയായ ഭരണാധികാരി പറഞ്ഞ് ഇവിടെയുള്ള മുസ്ഹഫുകൾ മുഴുവനും കണ്ടുകെട്ടിയാലും ഖുർആൻ ഇവിടെ നിന്ന് അന്യമാവില്ല.
ഈ മനപ്പാടമാക്കിയ ആയിരങ്ങളെ ഇല്ലായ്മ ചെയ്യാതെ ഖുർആൻ ഇവിടുന്ന് മാറില്ല. എന്തൊരത്ഭുതമാണ് ആളുകളും. അൽഹംദുലില്ലാഹ് ഇവിടെയും നമ്മുടെ മർക്കസിന്റെ ഹിഫ്ദുൽ ഖുർആനിന്റെ ഓഫ് ക്യാമ്പസ് പ്രവർത്തിച്ചു വരുന്നതായി അറിഞ്ഞു. വലിയ സന്തോഷമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ സന്താനങ്ങളെ ആലിമീങ്ങളും ഹാഫിളീങ്ങളുമാക്കി രണ്ട് ലോകത്തും അല്ലാഹു സന്തോഷം തരട്ടെ. മുഅ്മിനീങ്ങളെ ആയണം ചെയ്യണേ. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഓരോ അക്ഷരങ്ങൾക്കും ഓരോ നന്മ എഴുതപ്പെടുന്നതാണ്. അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ അലിഫ് ലാം മീം എന്ന് നിങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ഓരോ അക്ഷരങ്ങളും ഓരോ പാരായണമായി പരിഗണിച്ച് ഓരോന്നിനും ഓരോ നന്മയാണ്. അതിനെല്ലാം വേറെ വേറെ പ്രതിഫലമാണ്. അത്രയുള്ള വലിയ മഹത്തായ ഗ്രന്ഥമാണ് കലാമുല്ലാഹ്. ആ ഖുർആൻ പാരായണം ചെയ്യേണ്ട മാസമാണ്. നമ്മുടെയൊക്കെ പള്ളികൾ ഹയാത്താവണം. വീടിന്റെ അകത്തളങ്ങളിൽ ഖുർആൻ പാരായണം നിത്യമാകണം. റമദാനിൽ മാത്രമല്ല, എപ്പോഴും പാരായണം ചെയ്യണം. റമദാൻ പ്രത്യേകമായ ഖുർആനിന്റെ വാർഷികമാണ്. അത് മറന്നുപോയിക്കൂടാ. ആ റമദാൻ പരിശുദ്ധമായ ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്. അത് റബ്ബിലേക്ക് ചേരാനുള്ള മഹത്തായ ഒരു വസീലയാണ്. ആ പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയതെന്താണ് എന്നാണ്? ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്രി വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. الله سبحانه وتعالى പവിത്രമായ ഖുർആൻ ഇറക്കിയ പരിശുദ്ധമായ റമദാനിൽ ഒരു രാത്രിയുണ്ട്. ആ രാത്രിയാണ് ഖദറിന്റെ രാത്രി. ആ രാത്രിക്ക് അല്ലാഹു തആല വച്ചിരിക്കുന്ന പുണ്യം എത്രയാണ്! ഒരാൾക്ക് റമദാനിൽ ലൈലത്തുൽ ഖദർ എന്ന് ലഭ്യമായാൽ ഖൈറും മിൻ അൽഫി ശഹർ, അത് 1000 മാസത്തേക്കാൾ പുണ്യമുള്ളതാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചില്ലേ, ഖദ് ഹളറകും ഇന്ന ഹാദാ അശ്ശഹറ ഖദ് ഹളറകും വഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ശഹ്റിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാസത്തിൽ ഒരു രാവിനെ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. 1000 മാസത്തേക്കാൾ പുണ്യമാണ്. ഇതിന്റെ പശ്ചാത്തലങ്ങളെ വിശദീകരിച്ച നിരവധി സംഭവങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ ഒന്ന് മാത്രം ഞാൻ നിങ്ങളോട് പറയുകയാണ്. മഹാനായ കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു പറയാണ്, കാന മലികും ഫീ ബനി ഇസ്രായീൽ, ഇസ്രായേലിൽ ഒരു രാജാവുണ്ടായിരുന്നു. അയാളൊരു നല്ല പ്രവൃത്തി ചെയ്തു. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫൗഹല്ലാഹു ഇലാ നബിയ്യി സമാനിഹിം, ആ കാലത്തെ നബിക്ക് അല്ലാഹു തആല വഹി ഇറക്കി, ഖുൽ ഫുലാനിൻ യതമന്നാ, ആ രാജാവിനോട് പറയണം അയാളുടെ മോഹം പറയാൻ, അയാളുടെ ആഗ്രഹം എന്താണെന്ന് ചോദിക്കണം. ഫഖാല, അദ്ദേഹം പറഞ്ഞു, യാ റബ്ബ്, അല്ലാഹുവേ, ഞാൻ ആഗ്രഹിക്കുകയാണ്, അതമന്നാ അൻ ഉജാഹിദ ബിമാലി വവലദി വനഫ്സി. അല്ലാഹുവേ, നീ എന്റെ ഒരു നന്മയെ സ്വീകരിച്ചിട്ട് എന്റെ മോഹമാണ് നീ തേടുന്നതെങ്കിൽ, എന്റെ ആഗ്രഹമാണ് നീ അന്വേഷിക്കുന്നതെങ്കിൽ, അല്ലാഹുവേ, എനിക്ക് പറയാനുള്ളത് മറ്റൊന്നുമല്ല. എനിക്കെന്റെ ശരീരം കൊണ്ട്, എന്റെ സമ്പത്ത് കൊണ്ട്,
എന്റെ മക്കളെ കൊണ്ട് നിന്റെ മാർഗത്തിൽ സമർപ്പിക്കാൻ ഒരവസരം വേണം. അല്ലാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിക്കാൻ ഒരവസരം വേണം. അത് നൽകണമേ റബ്ബേ. അങ്ങനെയാണ് നല്ലവരായ ആളുകൾ അവരുടെ ചാൻസുകൾ നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാലത്തെ നബി വഴി പറഞ്ഞു, അല്ലയോ രാജാവിനോട് പറയണം, അയാൾ ചെയ്ത ഈ നന്മയെ സ്വീകരിച്ച കാരണത്താൽ അയാളുടെ മോഹം ആവശ്യപ്പെടാൻ പറയണം, അയാളുടെ ആഗ്രഹം എന്താണെന്ന് മുന്നോട്ട് വെക്കാൻ പറയണം. നമ്മളൊക്കെയാണെങ്കിൽ നല്ല ഒരു കൊട്ടാരം വേണമെന്ന് പറഞ്ഞേക്കാം, അല്ലെങ്കിൽ വലിയ ഉദ്യാനം വേണമെന്ന് പറഞ്ഞേക്കാം. ആഗ്രഹങ്ങൾ ചോദിക്കുമ്പോ ഭൗതികമായ മോഹനമായ സ്വപ്നങ്ങളായിരിക്കാം. അതേ സമയത്ത് ഈ രാജാവ് പറയുന്നത്, അല്ലാഹുവേ, നിന്റെ മാർഗത്തിൽ എന്റെ സ്വത്തും എന്റെ സന്താനവും എന്റെ സമ്പത്തും എന്റെ ശരീരവും ചെലവഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എനിക്കതിന് അവസരം വേണം റബ്ബേ. ഫറസഖഹുല്ലാഹു അൽഫ വലദിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല 1000 മക്കളെ നൽകുകയാണ്. فكان يجهز الولد بماله في عسكر ويخرجه مجاهدا في سبيل الله. അയാൾ ഓരോ മക്കളെ ഒരുക്കി തയ്യാറാക്കി പട്ടാള മേധാവിയാക്കി വേണ്ട സമ്പത്തെല്ലാം നൽകി അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരു മകനെ അയക്കുകയാണ്. ഫയഖൂമു ശഹറാ, ഒരു മാസം ഈ മകൻ പോയി കഠിനാധ്വാനം ചെയ്യുകയാണ്. വയുഖ്തലു ദാലികൽ വലദു, ആ കുട്ടി അങ്ങ് കൊല്ലപ്പെടുമ്പോൾ ثم يجهز آخر في عسكر, അടുത്ത സൈന്യത്തിൽ അടുത്ത മകനെ ഒരുക്കി അയക്കുകയാണ്. അങ്ങനെ ഓരോ മാസവും ഓരോ മക്കളെ അള്ളാന്റെ മാർഗത്തിൽ അയക്കുകയാണ്. ഒരു മാസം ഒരു മകൻ അള്ളാന്റെ മാർഗത്തിൽ കഠിനാധ്വാനം ചെയ്ത് ആ മാർഗത്തിലായി കൊല ചെയ്യപ്പെടുകയാണ്. ഫകാന കുല്ലു വലദിൻ യുഖ്തലു ഫിശ്ശഹരി, ഓരോ മാസവും ഓരോ മക്കൾ അള്ളാന്റെ മാർഗത്തിൽ ഷഹീദാവുകയാണ്. വൽമലികു മഅ ദാലിക ഖായിമുൽ ലൈലി സ്വായിമുൻ നഹാർ. ഈ രാജാവ് കേവലം ഒരു രാജാവല്ല, രാവിൽ നിന്ന് നിസ്കരിക്കുന്ന രാജാവാണ്, പകലിൽ നോമ്പെടുക്കുന്ന ആളാണ്. ഇങ്ങനെ അള്ളാന്റെ മാർഗത്തിൽ ഉബ്ബാദുൽ ലൈലി വ ഫുർസാനുൻ നഹാർ എന്ന് പറഞ്ഞതുപോലെ രാത്രിയിൽ ആരാധനയിലാണ്, പകലിൽ ധർമ്മസമരത്തിലാണ്. അങ്ങനെയുള്ള ഈ രാജാവ് ഓരോ മാസവും ഓരോ മക്കളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ അയക്കുന്നു. ഫഖുതിലൽ അൽഫു, 1000 മക്കളും കൊല്ലപ്പെടുകയാണ്. ഓരോ മാസവും ഓരോരുത്തരെന്ന നിലക്ക്. അവസാനം എല്ലാ മക്കളും അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല ചെയ്യപ്പെട്ടപ്പോൾ രാജാവ് നേരെ ഇറങ്ങി. ഫജാഹദ ഫീ സബീലില്ലാഹ്, ലില്ലാഹി ജാഹദ ബിൽ അബ്ദാനി വൽ മാലി, ലില്ലാഹി ജാഹദ ബിൽ അബ്ദാനി വൽ മാലി. അല്ലാഹുവിന്റെ മാർഗത്തിലെല്ലാം സമർപ്പിക്കുകയാണ്. അറിയുമോ സഹോദരന്മാരെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഉമ്മത്തിന് നൽകിയ ശ്രേഷ്ഠമായ ഒരു രാത്രിയുടെ ഇന്നലകളുടെ പിന്നാമ്പുറങ്ങളെ കഅബുൽ അഹ്ബാർ തങ്ങൾ പറയാണ്. ഇങ്ങനെ 1000 മക്കളും കൊല ചെയ്യപ്പെട്ട് രാജാവ് അള്ളാന്റെ മാർഗത്തിലേക്ക് ഇറങ്ങി. അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ഇറങ്ങി, അദ്ദേഹവും കൊല ചെയ്യപ്പെട്ടു. അപ്പൊ ആളുകൾ പറയാൻ തുടങ്ങി, ലാ അഹദു യുദ്രികു മൻസിലത ഹാദൽ മലികി, ഈ രാജാവിന്റെ പദവി പ്രാപിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. ഈ രാജാവ് നേടിയ നേട്ടം നേടാൻ ഒരാൾക്കും കഴിയില്ല.
1000 സന്താനങ്ങളെയും അവരുടെ പരിവാരങ്ങളുടെയും അവരുടെ സമ്പാദ്യങ്ങളെയും അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിച്ചതിന് സമാനമായി ഒരാളെയും ലോകത്ത് കിട്ടില്ല എന്നിങ്ങനെ പറയുമ്പോഴാണ് അല്ലാഹുവിന്റെ വിശുദ്ധമായ കലാമിന്റെ ശകലം ഇറങ്ങുന്നത്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. 1000 മാസത്തേക്കാൾ അഥവാ 1000 മാസത്തെ കഠിനാധ്വാനങ്ങളെ മുഴുവനും അള്ളാഹുവിന്റെ മാർഗത്തിലെ ധർമ്മസമരങ്ങളും അള്ളാഹുവിന്റെ മാർഗത്തിലെ സാമ്പത്തിക വ്യയങ്ങളും അള്ളാഹുവിന്റെ മാർഗത്തിലെ നിസ്കാരങ്ങളും അള്ളാഹുവിന്റെ മാർഗത്തിലെ പുണ്യകർമ്മങ്ങളെ മുഴുവനും ഒരുമിച്ച് കൂട്ടിയിട്ട് പറയുകയാണ് അതിനേക്കാൾ പുണ്യമുള്ള രാവാണ് ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. 1000 മാസത്തേക്കാൾ പുണ്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ റമളാനിലെ ഒരു രാവ് അഥവാ ലൈലത്തുൽ ഖദർ എന്ന മഹത്തായ രാവ്. വലൈലത്തുൽ ഖദ്രി മാ അദ്റാക മിൻ നിഅമി ഫീ ലൈലത്തിൻ ഖദ്റുഹാ അൽഫൻ ബിദുനിയാനാ أوصيك خيرا بأيام نسافرها في رحلة الصوميح يلقى القلب نشوانا واحفظ لسانا إذا ما قلت علغتي لا تجرح الصوم بالألفاظ نسيانا إلى السماء تجلت نظرتي ورنت وهللت دمعتي شوقا وإيمانا. പ്രിയമുള്ളവരെ, അല്ലാഹു തആല നൽകിയ അനുഗ്രഹത്തിന്റെ പവിത്രമായ രാവാണ് ലൈലത്തുൽ ഖദർ. അതെന്നാണെന്ന് കൃത്യമായി പറയാനായിട്ടില്ല, അഥവാ അത് വ്യക്തമായി പറഞ്ഞിട്ടില്ല. സൂചനകൾ നൽകിയിട്ടുണ്ട്, കാത്തിരിക്കാനുള്ള പ്രത്യേക അടയാളങ്ങൾ നൽകിയിട്ടുണ്ട്. ആ രാവിനെ പ്രതീക്ഷിച്ച് റമളാൻ മുഴുവനും നമ്മൾ കാത്തിരിക്കണേ. അത് സ്വർഗത്തിലേക്ക് വരാനുള്ള രാവാണ്. അല്ലാഹുവിന്റെ മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങുകയാണ്. അത് വായിച്ചു പറയാനുള്ള നേരമില്ല. ലൈലത്തുൽ ഖദർ ആകുമ്പോൾ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ഭരണകാലം 500 മാസമാണ്. ബഹുമാനപ്പെട്ട ദുൽഖർനൈനിയുടെ ഭരണകാലം 500 മാസമാണ്. ഇതുപോലെ ആ രണ്ടുപേരുടെയും അധികാരത്തേക്കാൾ വലുതാണ് 1000 മാസത്തിന്റെ പുണ്യമുള്ള ലൈലത്തുൽ ഖദർ എന്ന മഹാന്മാര് പറയുമ്പോ ഏറെ നിവേദനങ്ങളുണ്ട് മലക്കുകളുടെ അവതരണത്തിന്റേത് വായിക്കാൻ. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു കാര്യം മാത്രം ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇമാം ബൈഹഖി ശുഅബിൽ ഉദ്ധരിക്കുകയാണ്, ഇദാ കാനത് ലൈലത്തുൽ ഖദ്രി, ഖദറിന്റെ രാത്രിയായാൽ യഅ്മുറുല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാം, അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറയും, ഫയഹ്ബിതു ഫീ കബകബത്തിൻ ഐ ജമാഅത്തിൻ മിനൽ മലായികതി ഇലൽ അർളി വമഅഹും ലിവാഉൻ അഖ്ളർ. അല്ലാഹുവിന്റെ മലക്കുകൾ ഭൂമി ലോകത്തേക്ക് ഇറങ്ങും. ജിബ്രീൽ അലൈഹിസ്സലാം ഒരു സംഘം മലക്കുകളോടെ ഇറങ്ങും. അവരുടെ കയ്യിൽ പതാകകളുണ്ട്. വമഅഹും ലിവാഉൻ അഖ്ളർ, അവരുടെ കയ്യിൽ ഹരിത പതാകകളുണ്ട്. ഫയർകുദുൽ ലിവാഅ അലാ ലഹരിൽ കഅബ, കഅബാലയത്തിലേക്ക് അവർ മുഴുവനും അതേകീകരിക്കും. വലഹു മിഅതു ജനാഹിൻ മിൻഹാ ജനാഹാനി ലാ യൻസുറുഹുമാ ഇല്ലാ ഫീ തിൽകൽ ലൈല. ഒരു പതാക കഅബാലയത്തിന്റെ സന്നിധാനത്തിൽ നാട്ടിയിട്ട് കഅബയുടെ മേലെ ഒരു പതാക നാട്ടുമ്പോ അതിന് 100 ചിറകുകളാണ്. അതിന്റെ 2 ചിറകുകൾ ഈ രാത്രിയിൽ മാത്രമാണ് നിവർത്തുക. ഫയൻസുറുഹുമാ ഫീ തിൽകൽ ലൈലതി
ഫയുജാവിസാനിൽ മശ്രിഖ ഇലൽ മഗ്രിബി, കിഴക്കു പടിഞ്ഞാറ് ദിക്കുകൾ മുഴുവനും നിറയുന്ന വിധത്തിലാണ് ആ രണ്ട് ചിറകുകൾ ഉള്ളത്. ആ രാത്രിയിൽ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമും സംഘം മലക്കുകളും ഇറങ്ങുന്നതാണ്. ഫയുസല്ലിമൂന അലാ കുല്ലി ഖായിമിൻ വഖാഇദിൻ വമുസല്ലിൻ വദാകിരിൻ യുസാഫിഹൂനഹും വയുഅമ്മിനൂന അലാ ദുആഇഹിം ഹത്താ യത്ലുഅൽ ഫജ്ർ. മലക്കുകൾ ഭൂമി ലോകത്തിറങ്ങിയിട്ട് അതാ വിശ്വാസികൾക്ക് ഹസ്തദാനം നൽകുകയാണ്. അതുപോലെ അവരുടെ കൂടെ കഴിയുകയാണ്, അവരുടെ മന്ത്രങ്ങളോട് ചേരുകയാണ്, അവരുടെ ആരാധനകളോട് കൂടെയാവുകയാണ്, അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ മലക്കുകൾ ഭൂമി ലോകത്തിറങ്ങി വിശ്വാസികൾക്ക് ഹസ്തദാനം നൽകുന്ന രാത്രിയാണ്. അവരുടെ സൽക്കർമ്മങ്ങൾക്ക് അവരുടെ കൂടെയുണ്ടാവുന്ന രാത്രിയാണ്. അത് മാത്രമല്ല, അവരുടെ പ്രാർത്ഥനയ്ക്ക് ആമീൻ പറയുന്ന രാത്രിയാണ്. അതോടൊപ്പം നമ്മൾ പണ്ട് ഫത്ഹുൽ മുഈനിൽ ഓതിയിട്ടില്ലേ, മൻ വാഫഖ തഅമീനുഹു തഅമീനൽ മലായിക. നിങ്ങൾ നിസ്കാരത്തിൽ ഇമാം ആമീൻ പറയുന്ന നേരത്ത് നിങ്ങളൊപ്പം ആമീൻ പറയണം. അന്നേരത്തെ മലക്കുകൾ ആമീൻ ചൊല്ലുന്നുണ്ട്. മലക്കുകളുടെ ആമീൻ നിങ്ങളുടെ ആമീനിനോട് യോജിച്ചു വന്നാൽ, ആ മലക്കുകളുടെ ആമീൻ ചൊല്ലലിനോട് നിങ്ങളുടെ ആമീൻ ചേർന്നു വന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങളെല്ലാം പുറത്തു തരുന്നതാണ്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ആമീൻ പറയാൻ വന്നത് മലക്കുകളാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യത്തിന്റെ നോട്ടം അടിമകളിലേക്ക് നോക്കുന്നതാണ്. പക്ഷേ ചിലരിലേക്ക് നോക്കൂല. ഒന്നാരാണ് മദ്യപാനിയാണ്, രണ്ട് മാതാപിതാക്കളോട് ബന്ധമില്ലാത്തവനാണ്, ബന്ധം മുറിച്ചവനാണ്, കുടുംബ ബന്ധത്തെ പരിഗണിക്കാത്തവനാണ്, അതുപോലെ താർക്കികനായി കഴിയുന്നവനാണ്, അരുതായ്മകൾ ചെയ്യുന്നവർക്ക് അന്നും ആനുകൂല്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഗൗരവമായി കണ്ട തെറ്റുകളിൽ വീണുപോയവരെ ഈ മലക്കുകൾ നോക്കുന്നില്ല. അല്ലാഹു തആല കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇന്ന് കുടുംബ ബന്ധങ്ങൾക്ക് മൂല്യമില്ലാത്തൊരു കാലം. പ്രിയമുള്ളവരെ, വിശ്വാസികൾ തമ്മിലുള്ള ബന്ധം ഒരു വലിയ ബന്ധമാണ്. മുഅ്മിനീങ്ങൾ തമ്മിലുള്ള ബന്ധം ഒരു വലിയ ബന്ധമാണ്. ഈമാനിന്റെ ബന്ധം അത് സമ്പത്തിന്റെ പേരിൽ വെട്ടിമുറിക്കേണ്ട ബന്ധമല്ല, അത് രാഷ്ട്രീയത്തിന്റെ പേരിൽ വെട്ടിമുറിക്കേണ്ട ബന്ധമല്ല. മുഅ്മിനീങ്ങൾ തമ്മിലുള്ള കടപ്പാടുകൾ അത് വലുതാണ്. ഏതെങ്കിലും താൽപര്യങ്ങളുടെ പേരിൽ വേലികെട്ട് മാറ്റിവെക്കേണ്ട ബന്ധങ്ങളല്ല. ആനുകാലിക യുഗത്തിൽ മനുഷ്യൻ ഏതൊക്കെയോ ചിന്തകളുടെ പിന്നിലാണ്. അതുകൊണ്ട് മോനെ, നമ്മളെ പാലിക്കേണ്ട ബന്ധങ്ങളെ നമ്മൾ അറിയണം. നമ്മുടെ ആയുസ് നീട്ടിക്കിട്ടാനുള്ള വഴിയാണ് സിലത്തുർ റഹിമി. കുടുംബ ബന്ധം ചേർക്കൽ നമ്മുടെ ആയുസ് നീളാനുള്ള മാർഗമാണ്. ഇന്ന് കുടുംബ ബന്ധങ്ങളെക്കുറിച്ച് പറയാനും കേൾക്കാനും പരിഗണിക്കാനും ഒന്നും ആരുമില്ല. വിശ്വാസികൾ തമ്മിലുള്ള പവിത്രമായൊരു ബന്ധമുണ്ട്. ആ ബന്ധത്തിന്റെ മൂല്യം പരിഗണിക്കാനില്ല. ഏതോ ഒരു താൽക്കാലികമായ അധികാരത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും താൽപര്യങ്ങളുടെയും സങ്കുചിതമായ വിചാരങ്ങളുടെയും പേരിൽ വെട്ടിമുറിക്കപ്പെടുന്ന ബന്ധങ്ങൾ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ നിന്റെ മുമ്പിൽ വരില്ല. അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ മലക്കുകൾ നിന്നെ നോക്കില്ല. നമ്മൾ ഇന്നീ താൽക്കാലികമായ ലോകത്തിന്റെ ആനന്ദത്തിൽ ആറാടുകയാണ്. അനന്തമായ ലോകത്തിന്റെ ആസ്വാദനം നമ്മൾ അറിയുന്നില്ല. മോനെ, സാധാരണ ഹജ്ജിന് മുമ്പ് ക്ലാസ് എടുക്കുന്ന സമയത്ത് പറയാറില്ലേ, നിങ്ങൾ ആരോടെങ്കിലും പിണങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ ഇണങ്ങേണ്ടതാണ്, ഇടപാടുകൾ ഉണ്ടെങ്കിൽ പരിഹരിക്കേണ്ടതാണ് എന്നതുപോലെ റമദാൻ സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോ നമ്മുടെ എല്ലാ കടപ്പാടുകളെയും നമ്മളൊന്ന് റിവ്യൂ നടത്തണേ. അതെല്ലാം ഒരു നല്ല നിലക്ക് റീഫ്രഷ് ചെയ്തുകൊണ്ടാണ്
റമദാനിലേക്ക് വരേണ്ടത്. ഇതെന്തൊരു രാവാണ്, എന്തൊരു പകലാണ്. നിങ്ങൾ ഈ റമദാനിന്റെ മൂല്യം ശരിക്കറിഞ്ഞിരുന്നുവെങ്കിൽ കൊല്ലം മുഴുവനും റമദാനാകാൻ നിങ്ങൾ ആഗ്രഹിക്കുമായിരുന്നു എന്ന് പറഞ്ഞതാരാണ്? സ്വാദിഖുൽ മസ്ദൂഖായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന ആശയമാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുങ്ങി തയ്യാറായ മാസമാണ്. അതുകൊണ്ട് ഖുർആനിന്റെ മാസം, ഖുർആൻ അവതരണത്തിന്റെ ദിവസമാകുന്ന ലൈലത്തുൽ ഖദറിനെ ഒന്ന് പ്രാപിക്കാൻ റമളാൻ നമ്മളൊന്ന് ഏറ്റെടുക്കണേ. ഇടയിലൂടെ ഒരിക്കൽ കൂടി പറയട്ടെ ഉമ്മമാരെ, നമ്മൾ എടുക്കുന്ന ഈ വ്രതങ്ങൾ മുഴുവനും ആരുടെയോ ന്യൂനതകൾ പറഞ്ഞു നഷ്ടപ്പെടുത്തല്ലേ ഉമ്മ. ഈ ഒരു മാസത്തേക്കെങ്കിലും തൽക്കാലം സോഷ്യൽ മീഡിയ ഒന്ന് മാറ്റിവെക്കാൻ നമുക്ക് പറ്റുമോ? എന്താ കാരണം? സത്യത്തിന് വിലയില്ലാത്ത ലോകം. വസ്തുതാപരമായി നമുക്കൊരു സോഷ്യൽ മീഡിയ സാക്ഷരത സംഘടിപ്പിക്കേണ്ട കാലമാണിത്. സോഷ്യൽ മീഡിയ സാക്ഷരത നേടാത്തവരായി നമ്മൾ മാറിയിരിക്കുന്നു. അതിന്റെ ചിട്ടവട്ടങ്ങളെ അറിയില്ല. നമ്മുടെ അടിസ്ഥാനപരമായ മതവിദ്യാസത്തെ ബലി കഴിക്കാനും എന്ന് മാത്രമല്ല, നമ്മൾ 1 മണിക്കൂർ 2 മണിക്കൂർ സോഷ്യൽ മീഡിയയിൽ പക്വതയില്ലാതെ ഇരിക്കുമ്പോഴേക്ക് അന്നത്തെ അമല് മുഴുവനും നിനക്ക് നഷ്ടമായി പോയെന്ന് വരാം. നീ ഒരാളെ കുറിച്ച് ഇല്ലാത്ത മെസ്സേജ് ചെയ്തു, ആക്ഷേപം പറഞ്ഞയച്ചു. അങ്ങനൊന്നും അയാൾ ചെയ്തിട്ടുമില്ല, അയാളെക്കുറിച്ച് അങ്ങനെ പ്രചരിപ്പിക്കാനും പാടില്ല. നിന്റെ നന്മകൾ മുഴുവനും അയാൾക്ക് മാറ്റപ്പെടുന്നതാണ്. നീ ചെയ്ത നന്മകൾ മുഴുവനും അയാൾക്ക് വേണ്ടി എഴുതി മാറ്റുന്നതാണ്. ഇനി നിന്റെ നന്മകൾ അയാൾക്ക് കിട്ടാനില്ലെങ്കിൽ അയാളുടെ തിന്മകൾ നിന്റെ മേൽ ചുമത്തി തരുന്നതാണ്. നീ ഒരാളെ കുറിച്ച് പുരാതി പറയുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്താൽ, അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ, നിന്റെ നന്മകൾ അയാൾക്ക് നൽകിയിട്ട് പരിഹരിക്കുന്നതാണ്. നിനക്ക് നന്മ തീർന്നു പോയാൽ അയാളുടെ തിന്മ നിന്റെ മേൽ ചുമത്തുന്നതാണ്. ഇതൊക്കെ വഴല് കേട്ടങ്ങ് പോകാനുള്ളതല്ല. നമ്മുടെയൊക്കെ മനസ്സിൽ ആലോചന വേണം. നമ്മൾ അയൽവാസിയെക്കുറിച്ച്, അനുജനെക്കുറിച്ച്, ജ്യേഷ്ഠനെക്കുറിച്ച്, പണ്ഡിതനെക്കുറിച്ച്, സയ്യിദിനെക്കുറിച്ച്, മരണപ്പെട്ടു പോയവരെ കുറിച്ച്, ജീവിച്ചിരിക്കുന്നവരെ കുറിച്ച് ആർക്കും എന്തും എങ്ങനെയും പറയാമെന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഏതെല്ലാം എനിക്ക് തന്നെ നേരിട്ട് അനുഭവിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. നേരിട്ട് തന്നെ അനുഭവിക്കേണ്ടി വന്ന സോഷ്യൽ മീഡിയകൾ എത്രയെത്ര കാര്യങ്ങൾ. നമ്മൾ പോലും അറിയാത്തത് നമ്മുടെ മേൽ ആക്ഷേപിക്കുകയാണ്. തിരുത്താൻ ഇവിടെ ഒരു ലോകമില്ല, തിരുത്തിയാൽ തന്നെ സ്വീകരിക്കാനുള്ള ഒരു ലോകവുമില്ല. തിന്മയ്ക്ക് മുദ്രാവാക്യം വിളിക്കാൻ 1000 ആളുകളാണ്. നന്മയുടെ കൂടെ നിൽക്കാൻ ആളുകളില്ലാതിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ കൈവെള്ളയിലുള്ള ഒരു ഉപകരണത്തിലൂടെ ചെയ്യുന്ന അമല് മുഴുവനും ബാത്തിലാക്കല്ലേ എന്ന് 1000 വട്ടം ആവർത്തിച്ച് പറയാൻ തോന്നുകയാണ്. ഒരു മൊബൈൽ കയ്യിൽ വെച്ചിട്ട് നോമ്പും നിസ്കാരവും മുഴുവനും നഷ്ടപ്പെടുത്തി കളയാൻ നിൽക്കല്ലേ. നന്മയുടെ ആളുകളാവണേ, തിന്മയുടെ ചാരത്ത് പോലും ചേരല്ലേ. പറഞ്ഞു വരുന്നത്, ഇത് പവിത്രമായ ഖുർആൻ പാരായണത്തിന്റെ മാസമാണ്. ലൈലത്തുൽ ഖദറിനെ സ്വീകരിക്കേണ്ട മാസമാണ്. മാത്രമല്ല, ശഹറുൽ ജൂദി വസ്സഖാ, ഇത് ഔദാര്യത്തിന്റെ മാസമാണ്. ഓക്കെ ജൂദോ കറം ഹേ ശഹേബത് ഹാ തേരാ, नहीं सुनता ही नहीं मांगने वाला तेरा. ലോകഗുരുവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്? ഓക്കെ ജൂദോ കറം ഹേ,
ഇതെന്തൊരു ഔദാര്യമാണ്, ഇതെന്തൊരു മാന്യതയാണ്. ഷഹേ ബത്ഹാ തേരാ, ബത്ഹാഇന്റെ രാജാവിന്റെ ഔദാര്യം എത്ര വലുതാണ്. ആരാണ് ബത്ഹാഇന്റെ രാജാവ്? ഷഹേ ത്വയ്ബയാരാണ്? ഷഹേ ത്വാബയാരാണ്? ഷഹേ മദീന ആരാണ്? ഷഹിൻഷായേ മദീന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഔദാര്യം എത്ര വലുതാണ്. ഓക്കെ ജൂദോ കറം ഹേ ഷഹേ ബത്ഹാ തേരാ നഹീ സുൻതാ ഹീ നഹീ. ഇല്ലെന്നൊരിക്കലും നബിതങ്ങൾ പറഞ്ഞിട്ടില്ല. നഹി എന്നൊരു പ്രയോഗം ഹബീബിൽ നിന്ന് വന്നിട്ടില്ല. സുൻതാഹി നഹി മാങ്കിനെ വാലാ തേരാ. ചോദിച്ചവരോടില്ലെന്ന് പറഞ്ഞ് പരിചയമില്ലാത്ത നേതാവാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ ഖായിദുൽ ഗുർരിൽ മുഹജ്ജലീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അറിയുമോ സഹോദരങ്ങളെ, ആര് വന്ന് ചോദിച്ചാലും നൽകുന്ന പ്രകൃതിയുടെ ഉടമയാണ്. അവിടുന്ന് റമളാനായാൽ അജ്വദുമായ കൂൻ, എല്ലാത്തിനേക്കാളും വലിയ ഔദാര്യമാണ്. അടിച്ചു വീശുന്ന കാറ്റുപോലെ സർവവ്യാപകമായ ഔദാര്യത്തിന്റെ മാസമാണ് മുത്തുനബിതങ്ങൾക്ക് റമളാൻ. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹയെ കുറിച്ച് പറഞ്ഞില്ലേ? ആയിഷ റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് പറയുകയാണ്, വലമ്മാ ബുഇസ ഇലൈഹാ ബിമിഅത്തി അൽഫി ദിർഹമിൻ, 1,00,000 ദിർഹം മഹദി അവർക്ക് കിട്ടിയപ്പോൾ ഖസ്സമത്ത് മഹദി അവர்கள் അത് ഭാഗം ചെയ്ത് വിതരണം ചെയ്യുകയാണ്. വലം തുബഖി ശൈഅൻ ലിഇഫ്താരിഹാ. ആ 1,00,000 ദിർഹം കിട്ടിയ ദിവസം പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹദിയായ ഭാര്യ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ അതങ്ങ് വിതരണം ചെയ്യുകയാണ്. വൈകുന്നേരമായപ്പോൾ വലം തുബഖി ശൈഅൻ ലിഇഫ്താരിഹാ, നോമ്പ് തുറക്കാൻ ഒന്നും ബാക്കിയില്ല. അപ്പോഴാണ് വഹാന വഖ്തുൽ ഇഫ്താർ, നോമ്പ് തുറക്കാൻ നേരമായപ്പോൾ ഫാത്തത്തുൽ ജാരിയ, കൂട്ടുകാരി വന്നിട്ട് പറയുകയാണ്, യാ ഉമ്മൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ഉമ്മയായ ആയിഷ ഉമ്മ, ലൗ അബ്ഖൈതി ലനാ ദിർഹമൻ നശ്തരി ബിഹി ലഹമൻ നുഫ്തിറു അലൈഹി. ഉമ്മ, 1 ദിർഹം ഇവിടെ വെച്ചിരുന്നുവെങ്കിൽ അതുകൊണ്ട് നമുക്ക് നോമ്പ് തുറക്കാനുള്ള മാംസം വാങ്ങാമായിരുന്നല്ലോ. അപ്പോഴും മഹദി അതറിഞ്ഞിട്ടില്ല, കിട്ടിയത് മുഴുവനും കൊടുക്കുകയാണ്. കാരണം സാഹിബത്തുൽ ജൂദ് വസാഹിബത്തു സാഹിബിൽ ജൂദ്, ഔദാര്യത്തിന്റെ ആരാമമാണ്. അവിടുന്ന് കൊടുനീതിയുടെ അതുല്യമായ ലോകമാണ്. ആ മഹദി അവர்கள் നൽകുകയാണ്. റമളാൻ നമുക്ക് ദാനധർമ്മങ്ങളുടെ മാസമാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാനുള്ള മാസമാണ്. അള്ളാഹു അതുകൊണ്ട് നമുക്ക് ബറക്കത്ത് ചെയ്യുന്നതാണ്. ഇമാം വാഖിദി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഒരു സംഭവം യൂസുഫ് നബ്ഹാനി ഉദ്ധരിക്കുന്നുണ്ട്. എന്തെന്നല്ലേ, സയ്യിദുൽ വാഖിദി റഹിമഹുല്ലാഹ് മഹാനവറുകളെ പറയുകയാണ്, ജാഅനി ളുയൂഫുൻ, അതാ എന്റെ വീട്ടിലേക്ക് ഒരുപാട് അതിഥികൾ വന്നു. വഅഖബല അലയ്യ ശഹ്റു റമളാൻ, റമളാൻ സമാഗതമായി. വലാ നഫഖത ലീ, എന്റെ കയ്യിൽ ചെലവിന് സംഖ്യയൊന്നുമില്ല. ഒരുപാട് അതിഥികളുണ്ട്, ആളുകളുണ്ട്, എന്റെ കയ്യിൽ അവർക്കെല്ലാം കൊടുക്കാനൊന്നുമില്ല. ഞാനപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബക്കാരനായ ഒരാൾക്ക് ലെറ്റർ എഴുതി,
എനിക്ക് കുറച്ച് പൈസയുടെ സഹായം ചെയ്തു തരണം, എനിക്ക് കുറച്ചൊരു സഹായം ചെയ്തു തരണം, എനിക്കൊരാവശ്യമുണ്ട്. മഹാനവറുകൾ ലെറ്റർ എഴുതിയപ്പോൾ ഒരു കീസിൽ കുറച്ച് നാണയങ്ങൾ കൊടുത്തു വിടുകയാണ്. 1000 ദിർഹം ചോദിച്ചതാണ്. ഫാറസല ദുറൈഹിമാത്തിൻ ഫീ കീസിൻ, ഒരു കീസിൽ കുറച്ച് നാണയങ്ങൾ എനിക്ക് കൊടുത്തു വിട്ടു. ഫമാ അംസൈതു മിൻ യൗമി ഹാദാ ഹത്താ അതത്നി റുഖഅത്തുൻ മിൻ ബഅദി അസ്ദിഖായി യസ്തഖിറു മിന്നി 1000 ദിർഹമിൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു കൂട്ടുകാരൻ എനിക്ക് ലെറ്റർ എഴുതി കുറച്ച് 1000 നാണയം എനിക്ക് വേണമെന്ന്. അപ്പൊ ഞാൻ ഈ കീസ് അയാൾക്കങ്ങ് കൊടുത്തു, കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. അടുത്ത ദിവസമായപ്പോൾ എന്റെ പക്കൽ നിന്ന് പൈസ വാങ്ങിയ ആളും ഞാൻ ആരുടെ പക്കൽ നിന്നാണോ സംഖ്യ വാങ്ങിയത് അദ്ദേഹവും എനിക്കാദ്യം കൊടുത്തുവിട്ടിരുന്ന ആ കീസിന്റെ ദിർഹമുമായി അവർ രണ്ടുപേരും എന്റെ അടുക്കൽ വന്നു. ആ ഒരു കീസ് ദിർഹവുമായി രണ്ടുപേരും എന്റെ അടുക്കലേക്ക് വന്നു. പരിശുദ്ധമായ റമദാനാണ്, ആളുകൾ വന്നാൽ കൊടുക്കണം, എന്റെ കയ്യിലില്ല. അതുകൊണ്ടാണ് ഞാൻ എന്റെ കൂട്ടുകാരന്റെ പക്കൽ ചോദിച്ചത്, വായ്പ ചോദിച്ചത്. അദ്ദേഹം കൊടുത്തുവിട്ട ദിർഹമിന്റെ കീസുമായി ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ ഒരു കൂട്ടുകാരൻ എന്നോട് വായ്പ ചോദിച്ചത്. ഞാനത് അദ്ദേഹത്തിന് കൊടുത്തു. അല്പം കഴിഞ്ഞപ്പോൾ അതാ എന്റെ പക്കൽ നിന്ന് വാങ്ങിയ ആളും എനിക്ക് തന്നയാളും രണ്ടുപേരും അതാ വരികയാണ്. ഫലമ്മാ സുബഹതു മിനൽ യൗമി ത്സാനി അതാനി സ്വദീഖുൽ ലദീ യഖറദതുഹു വൽ നബിയ്യുൽ ലദീ യഖറദനി. അതാ കടം വാങ്ങിയ ആളും കടം നൽകിയ ആളും വരികയാണ്. വഖറജാ ഇലയ്യൽ കീസ, ആ ഒരു കീശ ദിർഹമുണ്ടല്ലോ അതവരെന്റെ മുമ്പിലേക്ക് വെച്ചു. എന്നിട്ട് പറയുകയാണ്, അറിയുമോ, അഅലമു അന്നഹു ഖദ് അളല്ലനാ ഹാദാ അശ്ശഹറുൽ മുബാറക് വമാ ഇൻദീ ലിന്നഫഖതി ഗൈറു ഹാദിഹി ദുറൈഹിമാതി അല്ലതി ഫീ ഹാദൽ കീസി. ഞാൻ വായിച്ചു വിശദീകരിക്കുന്നില്ല, ആശയം നിങ്ങളോട് പറയാം. അലി റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബക്കാരനായ മഹാൻ പറയുകയാണ്, റമദാനായപ്പോൾ എന്റെ കയ്യിൽ ഈ ചില്ലറ നാണയങ്ങളേ ഉള്ളൂ. അപ്പോഴാണ് നിങ്ങളുടെ ലെറ്റർ കിട്ടുന്നത് 1000 ദിർഹം വേണമെന്ന്. ഞാൻ വേറെ ഒന്നും ആലോചിച്ചില്ല, അത് നിങ്ങൾക്കങ്ങ് കൊടുത്തുവിട്ടതാണ്. ഞാൻ എന്റെ ഒരു കൂട്ടുകാരൻ ോട് പകരം വേറെ വായ്പ ചോദിച്ചു. നിങ്ങളുടെ കൂട്ടുകാരനായിരുന്നു, നിങ്ങൾ അദ്ദേഹം വായ്പ ചോദിച്ചു. നിങ്ങൾ ആ കേട്ട ഉടനെ നിങ്ങൾക്ക് കിട്ടിയ കീശയാണ് നിങ്ങൾ കൊടുത്തുവിട്ടത്. ഈ തന്നെ നമ്മുടെ ഇടയിൽ കിടന്ന് കറങ്ങുകയാണ്. എന്തു ചെയ്യാനാണ്, നമുക്കിത് പങ്കുവെച്ചെടുക്കാം. ഞങ്ങളങ്ങനെ 3 പേരും തുല്യമായി ഇതിനെ ഭാഗം വെച്ചു. ഞങ്ങളങ്ങനെ ഇത് 3 പേരും പങ്കുവെച്ചെടുത്തു. ഫംഫഖ്തു മാ ഖസ്സനി. ഇമാം വാഖിദി എന്നവര് പറയുകയാണ്, എന്റെ ഭാഗം ഞാൻ ചെലവഴിച്ചു. എന്റെ മനസ്സിൽ വലിയ പ്രയാസമുണ്ട്. കാരണം ഇനി എന്റെ കാര്യങ്ങൾ നിർവഹിക്കാൻ, ആളുകൾ വന്നാൽ കൊടുക്കാൻ, ജനങ്ങൾക്ക് ഭക്ഷണം നൽകാൻ എന്റെ കയ്യിലില്ലല്ലോ. ഫറഅയ്തു നബിയൽ കരീമ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അപ്പോഴാണ് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുന്നത്. യുബശ്ശിറുനീ ബിൽ ഫറജി. എന്നോട് നബി തങ്ങൾ പരിഹാരത്തിന്റെ സന്തോഷമറിയിക്കുകയാണ്. വലമ്മാ കാനൽ വഖ്തു വഖ്ത സഹരിൻ ഇദാ അന ബിറസൂലി യഹ്യ ഇബ്നു ഖാലിദിൽ ബർമകി യത്ലുബുനി فجئته فقال يا واقدي رحمه الله
അപ്പോഴാണ് നാട്ടിലെ ഭരണാധികാരി യഹ്യ ബിൻ ഖാലിദുൽ ബർമക്കി എന്നെ തേടി ഒരാളെ വിട്ടു. കഥകളെല്ലാം അയാൾ അറിഞ്ഞു. എന്നിട്ട് ഞങ്ങൾക്ക് ആവശ്യമായ ദിർഹം നൽകിയിട്ട് അദ്ദേഹം പറയുകയാണ്, ലസ്തു അദിരീ അയ്യുക്കും അക്രമോ, നിങ്ങളിൽ ആരാണ് ഏറ്റവും മാന്യനെന്നറിയില്ല. വാമറലീ ബിസലാസീന അൽഫ ദിർഹമിൻ, 3000 ദിർഹം ഞങ്ങൾക്ക് നൽകി. വലഹുമാ ബിശ്രീൻ, അതാ 30,000 ദിർഹം നൽകി. എന്നിട്ട് അതാ എന്നെ ഇമാം വാഖിദിയെ അവിടുത്തെ ഖാദിയായി നിശ്ചയിക്കുകയാണ്. കൂട്ടുകാരെ, പരിശുദ്ധമായ റമളാൻ മാസമായാൽ അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവർ, അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവർക്ക് അള്ളാഹു ഔദാര്യം നൽകുന്നതാണ്. അതുകൊണ്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്നതുപോലെ റമളാൻ ഔദാര്യത്തിന്റെ മാസമായി, നമ്മൾ ചെലവഴിക്കാനുള്ള മാസമായി, അള്ളാഹിന്റെ പ്രീതിക്ക് വേണ്ടിയുള്ള മാസമായി കണ്ടെത്തിയാൽ അതാ നോമ്പെടുത്തവരുടെ ഖബറിൽ നിന്ന് സുഗന്ധം വരുന്നതിന്റെ, അള്ളാന്റെ മാർഗത്തിൽ ജീവിച്ചവരുടെ പാരത്രിക ലോകമാനന്ദമായതിന്റെ 1000 ഉദാഹരണങ്ങൾ പറയാനുണ്ട്. 1-2 സംഭവങ്ങൾ ഞാൻ നിങ്ങളോട് പറയുകയാണ്. പാരത്രിക ലോകത്ത് നോമ്പുകാരന് കിട്ടിയ ഒരു അനുഭവത്തെ സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അത് പറഞ്ഞുകൊണ്ട് നമ്മുടെ വഅളിനെ ഇവിടെ നിർത്തുകയാണ്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, നമ്മൾ ഈ പ്രതിഫലങ്ങളിലൊക്കെ പ്രതീക്ഷയുള്ളവരാകണം. ഈമാൻ നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോഴാണ് ആ പ്രതിഫലത്തിൽ പ്രതീക്ഷ ഉണ്ടാവുക. സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു ഒരു നോമ്പുകാരന്റെ പ്രതിഫലത്തിന്റെ വലിപ്പം നമ്മോട് പറഞ്ഞു തരുന്നുണ്ട്. നോമ്പുകാരന്റെ വായിൽ നിന്ന് വന്ന സുഗന്ധത്തിന്റെ പേരിൽ ഖബറാളിയുടെ ഖബറിലുള്ള മണ്ണിന് സുഗന്ധം കിട്ടിയ സംഭവം ഇമാമുകൾ നിവേദനം ചെയ്യുകയാണ്. ഈ 2 കാര്യത്തിലേക്കും ഇൻഷാ അല്ലാഹ് ലളിതമായി പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ നോമ്പുകാരുടെ ഗണത്തിൽ നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ഈ സദസ്സ് അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധമായ റമദാനിന്റെ പടിവാതിൽക്കൽ നിൽക്കുമ്പോ ഈ 2 സംഭവങ്ങൾ പറഞ്ഞ് സ്വലാത്ത് ചൊല്ലിയിട്ട് വളരെ ആത്മീയമായി ഉയർന്ന ഒരു തലത്തിൽ നിന്ന് നമുക്ക് അള്ളാഹിനോട് ദുആ ചെയ്യണം. റമദാനിന്റെ ശഅബാനിന്റെ അവസാന യാമങ്ങൾ, റമദാനിനെ വരവേൽക്കാനുള്ള സുന്ദര മുഹൂർത്തം ഇവിടെ വെച്ച് നിങ്ങളോട് പറയാനുള്ളത്, ഇവിടെ നിങ്ങൾക്ക് വേണ്ടി 2 ദിവസം റമദാൻ പരിചയപ്പെടുത്താനും വരവേൽക്കാനും വേദിയൊരുക്കിയത് മഹത്തായ SSF എന്ന പ്രസ്ഥാനമാണ്. ഇന്നലെ ഞാൻ ഓർമ്മപ്പെടുത്തിയതുപോലെ ലക്ഷക്കണക്കിന് കൗമാര യൗവനങ്ങളെ തെറ്റിന്റെ വഴിയിലേക്ക് വഴുതിപ്പോകാതെ ശരിയുടെ വഴിയിൽ നിലനിർത്തി ഹിദായത്തിന്റെ ആളുകളായി കൊണ്ടുവരാൻ, അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കാൻ സജ്ജരാക്കിയ മഹത്തായ പ്രസ്ഥാനമാണിത്. ഇന്ന് ഞങ്ങൾ ഇന്ന് രാവിലെ പ്രിയമുള്ളവരെ, കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള ക്യാമ്പസ് പ്രതിനിധികൾ കോഴിക്കോടുള്ള മീറ്റിംഗിൽ വെച്ച് കലാലയ പരിസരത്ത് റമദാനിൽ എങ്ങനെ മാതൃകായോഗ്യമായ ഒരു മുഅ്മിനായി ജീവിക്കാൻ പറ്റും എന്നവർക്ക് പറഞ്ഞു കൊടുക്കുകയും നിങ്ങളുടെ കൂട്ടുകാരോട് നിങ്ങൾ പങ്കുവെച്ച് ഈ റമദാൻ നിങ്ങൾ എഞ്ചിനീയറിംഗ് കോളേജിലാണെങ്കിലും മെഡിക്കൽ കോളേജിലാണെങ്കിലും എവിടെയാണെങ്കിലും നിങ്ങളുടെ മുത്തഖിയായി ജീവിക്കാനുള്ള ആവശ്യം എന്താണെന്ന് അവരെ ബോധ്യപ്പെടുത്തി ആ ഒരു സന്ദേശം ആയിരക്കണക്കിന് വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഇന്നും നമ്മൾ നടത്തിയിട്ടാണ് വരുന്നത്. അൽഹംദുലില്ലാഹ്, ഈ റമദാൻ മാസത്തിൽ ആയിരക്കണക്കിന് കുട്ടികൾക്ക് കഴിഞ്ഞ വർഷം 9 ലക്ഷം രൂപയുടെ ഇഫ്താർ പരിപാടിയാണ് നടന്നത്. അതുപോലെ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങൾക്കും ലക്ഷ്യങ്ങൾ വേണം. അള്ളാഹുവിന്റെ മാർഗത്തിൽ പടയൊരുക്കാനുള്ള അവസരം, പരിശുദ്ധമായ ദീനിന്റെ ഏറ്റവും വലിയ പ്രചരണമാകുന്ന ബദർ നടന്ന മാസമാണ് റമദാൻ. നമുക്കതിൽ പങ്കെടുക്കാനായില്ല. അതിലേക്കൊരു പടയാളിയാകാൻ കഴിഞ്ഞില്ല, ഒരു പടയാളിയെ ഒരുക്കാൻ കഴിഞ്ഞില്ല. ഒരു സ്വഹാബിയാവാനായില്ല, ഒരു സ്വഹാബിക്ക് ഒരു പടയെങ്കി നൽകാൻ കഴിഞ്ഞില്ല. എന്നാൽ
ഇന്ന് നമുക്കതിന് സമാനമായി ചെയ്യാൻ പറ്റുന്നത് അള്ളാഹുവിന്റെ ദീനിന്റെ പ്രസ്ഥാനത്തെ സഹായിക്കലാണ്. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയുള്ള അകമഴിഞ്ഞ സഹായമാണ്. നിങ്ങൾ SSFന് നൽകുന്ന ഓരോ ചില്ലിക്കാശും അള്ളാഹുവിന്റെ ദീനിന്റെ കാലോചിതമായ പ്രവർത്തനത്തിനാണ് വിനിയോഗിക്കുന്നത്. ലക്ഷക്കണക്കിന് ആളുകളുടെ ഹിദായത്തിന് കാരണമാകുന്ന പ്രവർത്തനങ്ങളാണ്. യൂണിറ്റ് സമ്മേളനങ്ങളിലൂടെ, ഇതുപോലെ ഒരുപാട് പ്രവർത്തനങ്ങളിലൂടെ എത്ര യുവാക്കളാണ് കണ്ടില്ലേ. നമ്മുടെ തലയാടെന്ന പ്രദേശത്തുള്ള റാഫി എന്ന പ്രവർത്തകനടക്കം പല ചെറുപ്പക്കാരും ഇടക്കാലത്ത് നമ്മോട് വിട പറഞ്ഞപ്പോൾ അവർക്കെല്ലാം വേണ്ടി നിസ്കരിക്കാൻ ഒരുമിച്ച് കൂടിയ മുഖ്ലിസീങ്ങളായ ആയിരക്കണക്കിന് ചെറുപ്പക്കാരില്ലേ. ആ ജീവിതങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ വിധിയിൽ ഇടക്കാലത്ത് കൊഴിഞ്ഞു പോകുമ്പോഴും അവരാത്മാർത്ഥമായി ആഗ്രഹിച്ചത് അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള ഒരു വഴിയായി SSFനെ തെരഞ്ഞെടുത്തപ്പോൾ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് നിസ്വാർത്ഥരായ പ്രവർത്തകരുടെ കൽബിൽ നിന്ന് അല്ലാഹുവേ ആ കൂട്ടുകാരന് നീ സ്വർഗം നൽകണേ അല്ലാ എന്ന പ്രാർത്ഥന ഉയർന്നില്ലേ സഹോദരന്മാരെ. അതുകൊണ്ട് നമ്മുടെ ഈ കാലഘട്ടത്തിൽ ദീനിന് ഏറ്റവും അനിവാര്യമായ മഹത്തായ പ്രവർത്തനം ചെയ്യുന്ന ബദറിലേക്ക് യുദ്ധത്തിനൊരുങ്ങിയിട്ട് ദീനിന്റെ നിലനിൽപ്പിനിറങ്ങിയ സ്വഹാബത്തിന് ആവശ്യമുള്ളതൊരു പടയങ്കിയാണെങ്കിൽ, അവർക്ക് ആവശ്യമുള്ളതൊരു ധർമ്മസമരത്തിന്റെ ആയുധമാണെങ്കിൽ അത് നൽകാൻ സഹായിക്കുന്നതിന് തുല്യമാണ് നിങ്ങൾ സുന്നത്തു ജമാഅത്തിന്റെ പ്രസ്ഥാനങ്ങളെ സഹായിക്കൽ. കാരണം ഈ കാലഘട്ടത്തിൽ സുന്നത്തിനെ മുറുകെ പിടിക്കുന്നവർക്ക് ഫലഹു അജ്റു മിഅത്തി ഷഹീദ്, 100 ശുഹദാക്കളുടെ കൂലിയാണ്. അതുകൊണ്ട് നമ്മളൊക്കെ അകമഴിഞ്ഞ് നമ്മുടെ മഹത്തായ പ്രസ്ഥാനത്തെ സഹായിക്കണം. ഇൻഷാ അല്ലാഹ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കടുത്ത് നമ്മുടെ മഹത്തായ സംഘടനയ്ക്ക് ഒരു വിചാര കേന്ദ്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്താൻ, അള്ളാഹുവിന്റെ ദീനിന്റെ സന്ദേശങ്ങൾ ലോകത്തിന് പറഞ്ഞു കൊടുക്കാൻ, കാലോചിതമായി അഹ്ലുസുന്നയുടെ ആശയങ്ങൾ അവതരിപ്പിക്കാൻ, പഠിക്കാൻ, ആ പഠനങ്ങളിലൂടെ ആവശ്യമായ സന്ദേശങ്ങൾ ലോകത്തിന് നൽകാൻ പറ്റുന്ന വലിയ ഒരു വിചാര കേന്ദ്രത്തിന് ആവശ്യമായ സ്ഥലം വാങ്ങാൻ വേണ്ടി നമ്മൾ അഡ്വാൻസ് ചെയ്തിരിക്കുകയാണ്. ഇതുപോലെ ഒരുപാട് പദ്ധതികൾ പ്രസ്ഥാനത്തിന്റെ മുമ്പിലുണ്ട്. എല്ലാം വിശദീകരിക്കുന്നില്ല. പാവപ്പെട്ട കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകി ആ സ്കോളർഷിപ്പ് സ്വീകരിക്കാൻ അവരെ 3 മാസത്തിലൊരിക്കൽ വിളിച്ചുകൂട്ടി അവരുടെ ഈമാൻ ഉറപ്പിക്കുകയും കർമ്മത്തിൽ അവർക്ക് ചിട്ട വരുത്തുകയും അവരുടെ ജമാഅത്ത് മുടങ്ങരുതെന്ന് പഠിപ്പിക്കുകയും നിസ്കാരത്തിൽ കൃത്യത വേണമെന്നവരെ ബോധ്യപ്പെടുത്തുകയും നമ്മുടെ ഉസ്താദുമാരുടെ സയ്യിദുമാരുടെ നിർദ്ദേശപ്രകാരം സ്വലാത്തുകൾ ഔറാദുകൾ ദായിമാക്കണമെന്ന് ഭൗതിക കലാലയത്തിൽ പഠിക്കുന്ന കുട്ടികളെ ബോധ്യപ്പെടുത്താനുള്ള മഹത്തായ ഒരു പ്രസ്ഥാനം ഒരു ശരീഅത്ത് കോളേജ് നടത്തുന്നതിനേക്കാൾ, ഒരു ദഅവാ കോളേജ് നടത്തുന്നതിനേക്കാൾ, ഒരു ദർസ് നടത്തുന്നതിനേക്കാൾ ലക്ഷക്കണക്കിന് പ്രതികൂല സാഹചര്യത്തിൽ ജീവിക്കുന്ന കുട്ടികൾക്ക് ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കുന്ന മഹത്തായ പ്രസ്ഥാനമാണ് നമ്മുടെ മഹത്തായ SSF. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ഈ മഹത്തായ സംഘടനയ്ക്കുണ്ടാവണം. പ്രിയമുള്ളവരെ, അത് കഴിഞ്ഞ് ഈ 2 മഹാന്മാരുടെ റമദാൻ സന്ദേശങ്ങൾ വായിച്ചുകൊണ്ട് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. അർഹമുർ-റഹീമായ റബ്ബേ, നിന്റെ പവിത്രമായ ദീനിന്റെ ഈ മജ്ലിസിൽ വെച്ച് അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് സഹായിക്കുന്നവരാരാണെങ്കിലും അവരെ നീ സഹായിക്കണേ റഹ്മാനേ. അവരുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ റഹ്മാനേ. നമുക്കതിനു മുമ്പ് മദീനത്തേക്കൊരു സലാത്തു ചൊല്ലാം, സലാമു ചൊല്ലാം. യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മാ മളാ യാ വാസിഅൽ കറമി മൗലായ സ്വല്ലി വസല്ലി ഹബീബിക ഖൈർ الخلق كلهم. അല്ലാഹുവേ, ഈ നല്ല മജ്ലിസിൽ വെച്ച് നിന്റെ ദീനിനു വേണ്ടി
ആരാണോ സഹായിക്കുന്നത് അവരെ മുഴുവനും നീ സഹായിക്കണേ റഹ്മാനെ. എത്രയോ ആളുകൾ മാരകമായ ക്യാൻസർ ബാധിച്ചിട്ട് 10,000 ലക്ഷങ്ങൾ കൊടുത്തിട്ട് മതിയാകുന്നില്ല, ശിഫയാകുന്നില്ല. അത്തരമുള്ള മാരകമായ രോഗങ്ങളെ തൊട്ട് ഈ സംഭാവനകൾ നീ കാവലാക്കണേ അല്ലാ. രോഗങ്ങളുള്ളവർക്ക് നീ ശിഫാഇന് കാരണമാക്കണേ അല്ലാ. പ്രയാസങ്ങൾ നീ മാറ്റിത്തരണേ അല്ലാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മുടെ മഹത്തായ ഈ മജ്ലിസിൽ വെച്ച് സുന്നത്ത് ജമാഅത്തിന്റെ മുന്നേറ്റ വഴിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ 100 കണക്കിന് പ്രവർത്തനങ്ങൾ നടത്തുന്ന, ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരെ ഹിദായത്തിന്റെ വഴിയിൽ കൊണ്ടുപോകുന്ന ഈ ദീനിന്റെ വഴിയിൽ ഇൻഷാ അല്ലാഹ് ഈ റമദാനിന്റെ പ്രഭാഷണ സദസ്സിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് വർദ്ധിക്കാൻ വേണ്ടി ഒരു 10,000 രൂപ റഹ്മാനിയും ഇൻഷാ അല്ലാഹ് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി തരാനൊന്ന് തുടങ്ങി പറയാൻ പറ്റുന്ന ആരാണ്? റമദാനിന്റെ ദിവസങ്ങളിൽ നിങ്ങൾ നൽകിയാൽ മതി. ഇപ്പൊ നിങ്ങൾ നൽകണോ? ഒരു 10,000 രൂപ എന്ന് പറഞ്ഞൊന്ന് തുടങ്ങാൻ പറ്റുന്ന ആരാളെ? അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ആരാ ഒരാളൊന്ന് തുടങ്ങാം? അർഹമുർറാഹിമായ റബ്ബേ, ഈ ആരംഭിച്ച് നൽകുന്നത് ആരാണെങ്കിലും അവരുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ റഹ്മാനെ. മാരകമായ രോഗങ്ങളെ തൊട്ട് അവരെയും ഞങ്ങളെയും നീ കാവൽ നൽകണേ റഹ്മാനെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്രമായ മഹബ്ബത്ത് അവരുടെയും ഞങ്ങളുടെ ഖൽബിൽ നീ നൽകണേ റഹ്മാനെ. ഒരു അപകടമോ ഒരു രോഗമോ ഒരു പ്രയാസമോ വന്നാൽ 10,000 എണ്ണിയാൽ, ലക്ഷങ്ങൾ എണ്ണിയാൽ മതിയാവില്ല. അത്തരം പരീക്ഷണങ്ങളെ തൊട്ട് നീ കാവൽ നൽകണേ അല്ലാ. ഈ മജ്ലിസിൽ വെച്ച് ഈ സംഭാവന തുടങ്ങുന്നതാരാണെങ്കിലും അവരെ നീ ഖായിബാക്കല്ലേ റഹ്മാനെ. നിന്റെ റമദാനിന്റെ അനുഗ്രഹത്തിന്റെ കവാടങ്ങൾ അവർക്ക് തുറന്നു കൊടുക്കണേ അല്ലാ. ആരാ ഒരാളൊന്ന് തുടങ്ങാം? ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. പേരെന്താ? പേരെന്താ പറഞ്ഞ? മുനീർ. അല്ലാഹുയാ മുനീർ എന്ന ചെറുപ്പക്കാരൻ നീ കബൂലാക്കണേ റഹ്മാനെ. അവരുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ. അദ്ദേഹം എന്നെ കണ്ടുകൊണ്ട് നൽകിയതല്ല, നിന്നെ കണ്ടുകൊണ്ട് നൽകിയതാണ്. നിന്റെ റമദാനിന്റെ അനുഗ്രഹങ്ങൾ പ്രതീക്ഷിച്ച് നൽകിയതാണ്. അല്ലാഹുവേ, ഈ സംഭാവനയുടെ പ്രതിഫലം അദ്ദേഹത്തിന് നീ നൽകണേ റഹ്മാനെ. റമദാനിന്റെ പുണ്യങ്ങൾ വാരിക്കോരി നീ നൽകണേ അല്ലാ. ഇവിടെ 100 കണക്കിന് വിശ്വാസിനികൾ ഒരുമിച്ച് കൂടിയ പവിത്രമായി മജ്ലിസിൽ വെച്ച് ഞങ്ങൾ നിന്നെ സാക്ഷിയാക്കി അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. നീ ഖായിബാക്കല്ലേ അല്ലാ. ഏത് നല്ല ഉദ്ദേശമാണോ മനസ്സിൽ വെച്ചുകൊണ്ട് അദ്ദേഹം ഏറ്റെടുത്തത് അത് നീ നടപ്പിലാക്കണേ അല്ലാ. എല്ലാത്തിലും ഉപരിയായി ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെക്കാനും അവിടുത്തെ മദീനയിൽ ഒരുപാട് തവണ എത്താനും നീ അവസരം നൽകണേ അല്ലാ. അല്ലാഹുവേ